അപ്പോൾ ഇന്ന് 2 ടിപ്പ് നമ്മളെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതാ മക്കൾ ഓരോരുത്തർ സ്കൂളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വന്നവർക്ക് ഇതാ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മുട്ട ഉണ്ട്, കുറച്ചധികം ഉണ്ട്, കോഴി ഇട്ട മുട്ടകൾ. അപ്പോൾ ഞാൻ മക്കൾക്ക് എന്നും ഇപ്പൊ ബേക്കറിയും ബ്രെഡും അതൊന്നും കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇന്ന് എല്ലാവർക്കും കൂടി മുട്ട പുഴുങ്ങാ വിചാരിച്ചിട്ടോ. അങ്ങനെ മുട്ട ഓരോ ദിവസം ഇടുന്ന ഇങ്ങനെ ശേഖരിച്ച് വെക്കലാണ്. എന്നിട്ട് ഒരുമിച്ചാകുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ ഞാനിത് ആ മുട്ടയും പഴമൊക്കെ കട്ട് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ടായി. അപ്പൊ അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കെറ്റിൽ വെള്ളം തിളച്ചപ്പോൾ ചായ മുക്കി വെച്ച് മധുരം ഇട്ട് വെച്ചു. അപ്പോഴത്തേന് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചൂടുവെള്ളം ഒഴിവാക്കിയിട്ട് ഇതുപോലെ പച്ചവെള്ളത്തിൽ നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് റൗണ്ടിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടൻ്റെ തൊലിയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് നമുക്ക് ഇതാ ഒറ്റ കൈക്കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നല്ല സുഖത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞ് പോരും കേട്ടോ. അപ്പോൾ മുട്ട പൊളിക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും വേണ്ട, പിന്നെ വെള്ളത്തിലിട്ടൊക്കൊന്നും വേണ്ട. ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. അപ്പോൾ മുട്ടത്തോടൊക്കെ ഞാൻ കോഴിക്കുട്ടികൾക്ക് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് ടൈം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകി ഉണങ്ങിയതിന് ശേഷം നമ്മൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, അപ്പം നല്ല നാടൻ മുട്ട ആകുമ്പോൾ ഉള്ളിൽ കുഞ്ചി നല്ല കളർ ഉണ്ടാകൂലേ. അപ്പോൾ പഴത്തിൻ്റെ കുഞ്ചിൻ്റെ കളർ ഒരേപോലെ തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ രാത്രിക്കൊക്കെ കുറച്ച് ചപ്പാത്തി റെഡിയാക്കണം. അപ്പം ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പം നല്ല രാത്രി ആവണതിൻ്റെ മുന്നേ എല്ലതും ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾക്ക് വേറെ പണികളൊന്നും ആ ടൈമിൽ രാത്രി ആകുമ്പോൾ ഉണ്ടാകില്ലല്ലോ. ഞാൻ വൈകുന്നേരം കുട്ടികൾക്ക് ചായ കൊടുത്തതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണത്. അപ്പം നമ്മളിപ്പോൾ ഗോതമ്പ് കിട്ടലുണ്ട്, പക്ഷെ പൊടിക്കലില്ല, ആട്ടപ്പൊടി വാങ്ങലാണ്. അപ്പം അങ്ങനെ ആട്ടപ്പൊടി ആകുമ്പോൾ അതിൽ നമ്മളായിട്ട് അരിച്ച് പൊറുക്കി കേകി ഉണക്കിയതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ വിചാരിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് അരിച്ചെടുക്കാനുള്ളൊരു പുറത്ത് പോവാതിരിക്കാനുള്ള, നമ്മൾ അരിപ്പേര വയ്ക്കുമ്പോൾ പുറത്ത് പോവാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പം 2-3 ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ ഐക്കൺ തട്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പോരാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പാത്രത്തേക്ക് അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തേക്ക് ഉപ്പിട്ട് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ മറ്റേ സാധാ പാം ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതാ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. എനിക്ക് ചപ്പാത്തി പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യണം കേട്ടോ. ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുഴച്ചാലൊന്നും എനിക്കൊരു സുഖം കിട്ടലില്ല. പിന്നെ ഞാനിതാ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടൂലേ, അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ പാടെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഉണ്ട്, അടച്ച് വെച്ചുകൊണ്ട് ചൂടാറിയിട്ടൊന്നുമില്ല. ഞാനൊരു കയ്യിൽ വെള്ളം കൂടെ അതിൻ്റെ മേലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കയ്യിൽ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, ചൂടും ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി ചപ്പാത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓരോന്നായിട്ട് ബൗളാക്കി എടുക്കണം. എന്നിട്ട് അത് അങ്ങനെ കട്ട് ചെയ്ത് പരത്തിയെടുക്കുക. സാധാരണ ഞാൻ പ്രസ്സുമ്മലാണ് പരത്തല്. അപ്പോൾ പ്രസ് കേടന്നപ്പം നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തിരുന്നത്, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ പരത്തണം. അപ്പോൾ ചിലപ്പം ഭൂപടം മാറിപ്പോകും കേട്ടോ. റൗണ്ട് പോയാണ്ട് ആഫ്രിക്ക, അമേരിക്ക, അന്റാർട്ടിക്കൊക്കെ ആകും തോന്നുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ലെങ്കിലും ചെറിയതായ ഷേപ്പിനൊക്കെ ഒരു മാറ്റത്തിലൊക്കെ നമ്മളെ ചപ്പാത്തി പരത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു രാത്രി ആയപ്പോഴാണ് ഞാൻ ചുടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പം തന്നെ ചുട്ടാൽ നന്നാവില്ല കേട്ടോ, കുറച്ച് ടൈം വെച്ചിട്ട് വേണം ചുടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല ചൂടായ ചട്ടിക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്ത് ഫസ്റ്റത്തെ മറി ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മറിച്ച് കൊടുക്കണം. പിന്നെ രണ്ടാമത് കുറച്ച് ടൈം വെക്കണം കേട്ടോ, അതുപോലെ കളറ് മാറുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത മറിക്ക് ഇതാ ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്ന് നല്ല സൂപ്പർ ചപ്പാത്തി ആയി കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ചപ്പാത്തി ചുട്ട് നോക്കട്ടോ എല്ലാവരും.
അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നാളെ 8 മണിക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.